Hello. Welcome to market discussion of the day. Today, April 28th, 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലെ മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ എല്ലാ ചൊവ്വാഴ്ചയും സ്റ്റാർട്ട് ചെയ്യുന്ന ക്രാഷ് കോഴ്സ് നാളെയും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 മണിക്കൂറത്തെ ക്ലാസ്, 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഓക്കെ, വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കുക, അങ്ങനെ അയക്കുന്നുള്ള എല്ലാ ആൾക്കാർക്കും ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. സോ അതിന് മുന്നേ ആയിട്ട്, അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വ്യാഴാഴ്ച, അതായത് മെയ് 1-ാം തീയതി നമ്മളുടെ പുതിയൊരു ക്രാഷ് കോഴ്സ് അല്ലാതെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള 1 മന്ത് നീണ്ടു നിൽക്കുന്ന പെയ്ഡ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതിലും ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ് എത്രയാണ് എന്നൊക്കെയുള്ള അറിയാനായിട്ടുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫണ്ടമെൻ്റൽസിലോട്ട് പോകുമ്പോൾ, ഇന്ന് നമുക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച 2 മെയിൻ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഉണ്ടെന്നുള്ള കാര്യം. ബുധനാഴ്ച GDP അനൗൺസ്മെൻറ്റും വെള്ളിയാഴ്ച നോൺ ഫാം പേറോളും. ഈ 2 ദിവസവും മാറി നിൽക്കണം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് കലണ്ടർ ബേസ് ചെയ്ത് നോക്കാൻ നേരത്ത് പ്രത്യേകിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഒന്നും ഇല്ലെങ്കിലും, ഇന്ന് നമുക്ക് കാനഡയുടെ എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഓക്കെ, സോ അത് ഉറപ്പായിട്ടും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഒന്ന് നോക്കിയിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ അതിനുശേഷം എന്തൊക്കെ നടക്കുന്നു, കാരണം ഇപ്പോൾ ഒരു താരിഫിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നത് കൊണ്ടിട്ട് തന്നെ കനേഡിയൻ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഓക്കെ, സോ നമ്മൾ നാളത്തെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, നാളെ നമുക്ക് പറയത്തക്കോണം ഭയങ്കരമായ ന്യൂസുകളൊന്നുമില്ല. UK ടൈമിംഗ് രാവിലെ 10 മണിക്ക് കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് ജോൾഡ് ജോബ് ഓപ്പണിങ്ങും 3 മണിക്ക് തന്നെ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ്. ഇതൊക്കെ ഒരു ട്രെൻഡ് ചേഞ്ച് ആക്കാനായിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള ന്യൂസ് ഒന്നും അല്ലെങ്കിലും ഉറപ്പായിട്ടും ഒരു വോളറ്റിലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ബുധനാഴ്ച രാവിലെ UK ടൈമിംഗ് 12:50, അപ്പോൾ ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നത് രാവിലെ 5 മണിയൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് JPYയുടെ റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. അപ്പോൾ JPYയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചൊവ്വാഴ്ച പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ചൈനയുടെ മാനുഫാക്ചറിങ് PMI ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വട്ടം നമ്മൾ ചൈനയുടെ ന്യൂസ് ഒന്നും പറഞ്ഞു പോവാത്തതാണ്, പക്ഷേ ഈ വട്ടം അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. യൂറോസോണിൽ നിന്ന് GDP അനൗൺസ്മെൻ്റ് ഉണ്ട് 7 മണിക്ക്. ഓക്കെ, രാവിലെ 7 മണിക്ക് UK ടൈമിംഗ് 7 മണിക്ക്. ഇവിടുന്ന് എത്ര മണിക്കൂർ, 4 മണിക്കൂർ മാറ്റി നിങ്ങൾ ഇന്ത്യൻ ടൈമിങ്ങിൽ നോക്കിയാൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എക്കണോമിക് കലണ്ടർ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണോ നോക്കുന്നത്, ആ സ്ഥലത്തെ റേറ്റ് ടൈം ആയിരിക്കും അതിലും കാണിക്കുന്നത്. 1:15 UK ടൈമിംഗ് 1:15 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. 3:30 നമ്മൾ കാത്തിരുന്ന ന്യൂസ് GDP അനൗൺസ്മെൻ്റ് ഉണ്ട് അല്ലേ. അപ്പം അതിനുശേഷം 3 മണിക്ക് ഒക്കെ ന്യൂസുകളുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. GDP ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്. അതുകൊണ്ടിട്ട് തന്നെ ബാക്കിയൊന്നും ഭയങ്കര ലെവലിലുള്ളൊരു ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. 3:30 മണിക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. നമുക്ക് തേഴ്സ്ഡേ നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. രാവിലെ 3:30 ഇന്ത്യൻ ടൈമിംഗ്, UK ടൈമിംഗ് രാവിലെ 3:30. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈമിംഗ് അത് 7 മണിയായിരിക്കും. ഓക്കെ, അതിനുശേഷം 7:30 UK ടൈമിംഗ് 7:30 ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പ്രസ് കോൺഫറൻസും ഉണ്ട്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട് 1:30. അതേപോലെ ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഇതെല്ലാം മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ്. അപ്പം ബേസിക്കലി ഇത് JPYയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് വ്യാഴാഴ്ച മാറി നിൽക്കേണ്ടത്. ബാക്കി ഗോൾഡിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് മാറി നിൽക്കണം. ബുധനാഴ്ച എല്ലാ ആൾക്കാരും മാറി നിൽക്കണം. ഓക്കെ, അതേപോലെ വെള്ളിയാഴ്ചയും എല്ലാ ആൾക്കാരും മാറി നിൽക്കണം. കാരണം യൂറോസോണിൽ നിന്ന് CPI ഉണ്ട് 10 മണിക്ക്. ഓക്കെ, നോൺ ഫാം പേറോൾ 1:30 മണിക്ക് നോൺ ഫാം പേറോൾ ഉണ്ട്. അന്നും എല്ലാവരും എല്ലാ പേയേഴ്സിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്.
ഓക്കെ. സോ ഇതാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് ഈ ആഴ്ച വരാനായിട്ടുള്ള ന്യൂസ്. എന്തായാലും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മാറി നിൽക്കുക മാർക്കറ്റിൽ നിന്ന്. ഓക്കെ. JPY കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ വ്യാഴാഴ്ച മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇതാണ് എനിക്ക് ബേസിക്കലി നമ്മളുടെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ടെക്നിക്കലി ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മുടെ JPYയിലോട്ട് തന്നെ പോവാം. JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 140.180.83 റേഞ്ചിലാണ് JPY നിൽക്കുന്നത് അല്ലേ. JPYയുടെ ആ ഒരു റേഞ്ച്, ഇന്നത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 142 to 144 ഈ ഒരു റേഞ്ചാണ് JPY മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. 144 അവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. രാത്രി ഇപ്പോൾ അടുത്ത ഈ എന്താ പറയുക മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ടൈമിംഗ് 2:30 മണി, UK ടൈമിംഗ് 10 മണി, ഇന്ത്യൻ ടൈമിംഗ് 1:30 മണി, 11, 12, 1, 2:30 മണി. ഓക്കെ. UK ടൈമിംഗ് 10 മണി. ഓക്കെ. അപ്പം ആ ഒരു ടൈമിൽ മാർക്കറ്റ് 144 ക്രോസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് 140 അടുത്ത് 144-ൻ്റെയും 143.80 ഇടയ്ക്കൊക്കെയാണ് മാർക്കറ്റ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 144.50 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. അതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 അവിടെ നിന്ന് സെല്ലാണ് JPYയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയുന്നത്. ഓക്കെ. 142 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബൈ എടുത്ത് വേണമെങ്കിലും JPY പരീക്ഷിച്ച് നോക്കാം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് പോകുന്നു. ഓക്കെ. ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.13505 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റേഞ്ചിൽ തന്നെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നല്ലാതെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും JPY നമ്മുടെ യൂറോയിലും GBPയിലും 2-3 ദിവസമായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ, ചെറിയൊരു റേഞ്ചിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്, ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും മാർക്കറ്റ് ഒന്നും കൂടെ 1.100 വരും. ആ സമയത്ത് അവിടുന്ന് ബൾക്കായിട്ട് ബൈ ചെയ്യുക. നമ്മൾ അത്രയും നാൾ ഇപ്പം അടുത്തൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരും എന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് GDP അനൗൺസ്മെൻറ്റുണ്ട്, നോൺ ഫാം പേറോളുണ്ട്. അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ പൊസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റിയാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം GDP അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും 1.100 വരുന്നത്. അങ്ങനെ ആണെങ്കിലും അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ബൈ ചെയ്തും മുന്നോട്ട് പോകാം എന്നുള്ളതാണ് JPY നമ്മുടെ യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അത് ലോങ്ങർ ടേമിലോട്ട്. അപ്പം അതുവരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അതുവരെ വേണം എന്നുള്ള ആൾക്കാർ നല്ല സെല്ലെടുക്കാം, ചെറിയ രീതിയിലുള്ള സെല്ലെടുക്കാം. 1.1400 അടുത്തൊക്കെ കിട്ടിയാൽ ചെറിയ രീതിയിലുള്ള സെല്ലെടുത്ത് ഒരു 50 to 60 പിപ്സിൻ്റെ മൂവ്മെൻ്റ് എടുത്ത് മാറാൻ വേണമെങ്കിൽ യൂറോയിൽ. ഓക്കെ. പക്ഷേ ഒരു ലോങ്ങർ ടേമിലോട്ട് ഞാൻ ഒരിക്കലും സെല്ല് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. യൂറോയിൽ ബൈ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതും നല്ലൊരു ബൈ പോയിന്റ് കിട്ടാനായിട്ട് കാത്തിരിക്കുക. 1.100 നല്ലൊരു ബൈ പോയിന്റ് ആണ്. അതുവരെ അക്കൗണ്ടിൽ പൈസ കൂടുതൽ ശേഖരിക്കാൻ അല്ലെങ്കിൽ പൈസ റേസ് ചെയ്ത് കൂടുതൽ ലോട്ട് സൈസ് എടുക്കാനായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. കൂടുതൽ ലോട്ട് സൈസ് എടുത്ത് കൂടുതൽ ബൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഓക്കെ. സോ നേരെ നമ്മളുടെ യൂറോ GBPയിലോട്ട് വരുമ്പോൾ GBPയും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ബൈ തന്നെയാണ്. 1.300 കിട്ടിയാൽ, സപ്പോസ് GBPയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയാണെങ്കിൽ 1.2800 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1.300 ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പകുതി 1.300 അവിടെ കിട്ടുമ്പോൾ 0.5 ലോട്ടും, ഓക്കെ, 1.2800 അവിടെ കിട്ടിയാൽ ബാക്കി 0.5 ലോട്ടും എടുത്ത് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. GBP അതിൻ്റെ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടിട്ട് തന്നെ ധൈര്യമായിട്ട് GBP ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരൊറ്റ കാര്യമാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. എന്താ പറയുക, അല്ല എങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ട്രേഡ് നോക്കുകയാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 1.3300
ഓക്കെ 3300 അവിടെ നിന്നുള്ളൊരു സെല്ല് ഒരു 50 to 60 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് അവിടുന്ന് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം. 1.3350 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും നോക്കേണ്ടതാണ്. ഓക്കെ, ഇതാണ് എനിക്ക് നമ്മുടെ GBPയിൽ പറയാനായിട്ടുള്ളത്. നമ്മൾ നേരെ നമ്മളുടെ ഫേവറേറ്റ് സാധനം ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3283 എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത്. ഓക്കെ, ഗോൾഡ് എങ്ങോട്ടാണ് പോക്ക് എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്ന 3280 നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇന്ന് പോയ ലോ പോയിന്റിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. 3267 താഴെയായിട്ട് ഒരു $2-3 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. സേഫ്റ്റിക്ക് വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച പോയ ലോയുടെ താഴെ 3265 ഒരു $3-4 താഴെയായിട്ട് വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ട് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് എനിക്ക് നമ്മളുടെ ഗോൾഡിൽ പറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അല്ലാതെ ഗോൾഡ് വേറെ എവിടെയും കയറി ബൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു പോയിന്റിൽ വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ല, നല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെയൊക്കെ പൊസിഷൻസ് കിടക്കുന്നത് 3230 അടുത്തായിട്ടാണ്. ഓക്കെ, കാനഡയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് വരുമ്പോൾ അത് ഉറപ്പായിട്ടും ഗോൾഡിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അത് ഗോൾഡിന് മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടിട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലിരുത്തിയിട്ട് വേണം നമ്മളൊരു ട്രേഡ് എടുത്ത് പോകാനായിട്ട്. അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലോട്ടുകൾ എടുക്കുക. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 0.2 ലോട്ട് എടുക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ചെറിയ ലോട്ട് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഡെമോയിലോ അല്ലെങ്കിൽ റിയൽ അക്കൗണ്ടിലോ ട്രേഡ് ചെയ്യുന്ന പല ആൾക്കാരെയും എനിക്ക് പേഴ്സണലി അറിയാം, അല്ലെങ്കിൽ അങ്ങനത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരിലോട്ട് നമ്മൾ ഈ വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. സോ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതേപോലെ തന്നെ നാളത്തെ ക്ലാസ്സിന് കയറണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.